എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നേക്ക് കാണിക്കാൻ പോകുന്നത് ഒരു എഗ് റോസ്റ്റ് റെസിപ്പിയാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മുട്ട പുഴുങ്ങിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയ വലിയുള്ളി എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 10 എടുത്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, തക്കാളി, പച്ചമുളക്. ഇത് ഞാൻ എന്താ ഇപ്പോൾ ചെയ്യാൻ കാരണം, ഇപ്പോൾ ഈ നേരത്തെ ചെയ്യാൻ കാരണം എന്താ വെച്ചെങ്കിൽ എപ്പോഴും എന്താ ചോറ് വയ്ക്കൽ, കൂട്ടാൻ വയ്ക്കലും ഒക്കെ രാവിലെ കഴിയും. പക്ഷെ ഇന്ന് എന്താ ഉണ്ടായെന്ന് വെച്ചെങ്കിൽ എണീക്കാൻ കുറച്ച് ലേറ്റായി. കാരണം എനിക്ക് രാവിലെ നല്ല തണുപ്പ്. ഫോണിൽ അലാറമൊക്കെ വെച്ചിരുന്നു. ഓൺ ചെയ്ത് നോക്കിയിട്ട് സമയം നോക്കി 5:15. ശരി, കുറച്ച് നേരം കൂടി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി പുതപ്പ് എടുത്ത് നല്ല പുതച്ചിട്ട് നല്ല ഉറങ്ങി രാവിലെ കുറച്ച് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കണ്ണും തുറന്നിട്ട് നോക്കി നോക്കുമ്പോൾ മണി 6:30 ശരി, വേഗം എണീറ്റ് എന്താ ചെയ്യുക എന്നുള്ള വെപ്രാളത്തിൽ കിച്ചണിൽ പോയിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെറിയ ആൾക്കാണ് സ്കൂളിലേക്ക് വേഗം പോകേണ്ടത്. അപ്പോൾ അവന് 7:55 സ്കൂളുണ്ടാവണം. അവൻ നേരെ എണീറ്റ് വന്നിട്ട് അടുക്കളയിൽ കിച്ചണിൽ വന്നിട്ട് മമ്മി ഫുഡെല്ലാം റെഡിയായി മമ്മി എന്ന് ചോദിക്കും. ഇപ്പോൾ സ്കൂളിലേക്ക് പോകണത് പഠിക്കാനാണോ ഫുഡ് കഴിക്കാനാണോ വെച്ചാൽ അത് എനിക്കറിയില്ല. പക്ഷെ അതൊന്നും ആലോചിച്ച് നിൽക്കാനുള്ള നേരം എനിക്കില്ല. ശരി, വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ട് അവന് ഞാൻ തൈര് ചോറ് റെഡിയാക്കി, വേഗം ചോറ് വെച്ച് തൈര് ചോറ് റെഡിയാക്കിയിട്ട് അവന് മുട്ടയുടെ ഓംലേറ്റും കൊടുത്തിട്ട് അവന് കൊടുത്തു വിട്ടു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് വലിയ ആൾ ഇന്ന് ലീവാണ്. വലിയ ആളിന്ന് എന്താ ലീവ് വെച്ചാൽ അറിയില്ല. അവൻ ഇടയ്ക്കൊരു കള്ളത്തരമുണ്ട്. അവനങ്ങനെ ലീവൊക്കെ ഇടും. പിന്നെ എന്തെന്ന് വെച്ചാൽ അപ്പോൾ ശരി, അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ തൈര് ചോറ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ശരി, അവനുള്ളതല്ലേ വിചാരിച്ചിട്ട് എന്താ ചെയ്യാൻ അങ്ങനെ ആലോചിച്ചത്. അപ്പോൾ എന്താ ഈ റെസിപ്പി മുട്ട എഗ് റോസ്റ്റ് മുട്ട ഫ്രിഡ്ജ് തുറന്നോക്കുമ്പോൾ 5 മുട്ട ആക്കിയിട്ട് ശരി എഗ് റോസ്റ്റ് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിൽ ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും ഞാൻ ഉണ്ടാക്കണ എഗ് റോസ്റ്റിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചിട്ട് എല്ലാവരും എനിക്ക് ലൈക്കൊക്കെ ചെയ്യണം. ഇപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഈ മുട്ടയെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. തീ കുറച്ച് കമ്മിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എണ്ണയിലേക്ക്, പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് ചേർത്തോളൂ. ഞാൻ എല്ലാം കുറച്ച്, എനിക്കൊരു 5 കോഴിമുട്ടയിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇട്ടുന്നത്. അധികം കോഴിമുട്ട എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. ഇനി ഞാൻ ഇത് നന്നായിട്ട് ഇതിലേക്ക് തന്നെ ഞാൻ ഉപ്പും ചേർക്കുകയാണ്. ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ഈ മുട്ടയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ലേശം ചേർത്താൽ മതി. ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഞാനൊന്ന് എണ്ണയിൽ ഇത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് എണ്ണ കുറച്ച് അധികം വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് നന്നായിട്ട് മിക്സ് ആവട്ടെ. തീ കുറച്ച് കമ്മിയാക്കിക്കോളൂ. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. ഇതിലേക്ക് ഇനി ഞാൻ ചെയ്യാൻ പോണത് കണ്ടോളൂ. ഈ മുട്ട നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കണ ഈ മുട്ടയെ കണ്ടില്ലേ, ഈ മുട്ടയെ ഞാൻ ഇങ്ങനെ കൗത്തിയിട്ട് ഇതിൽ വെക്കാൻ പോവാണ്, ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ എല്ലാ മുട്ടയും എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കൗത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഉപ്പും മസാലയെല്ലാം നന്നായിട്ട് പിടിക്കും. തീ നന്നായിട്ട് കമ്മിയാക്കി വെച്ചോളൂ. ഇത് നല്ല ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. കൈ പൊള്ളാതെ നോക്കിക്കൊള്ളുകൊണ്ട് എണ്ണ തെറിക്കും. ഇങ്ങനെ കണ്ടുകൊണ്ട് കൈങ്ങനെ വീണു. ഇതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് തീ കമ്മിയാക്കി വെച്ചിട്ട് റോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാണ്ടോ നല്ലതായിട്ട് റോസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ തീ നന്നായിട്ട് കമ്മിയാക്കി വെച്ചോളും. വേറൊരു വിഷയമുണ്ട്, ഇത് പൊട്ടിത്തെറിക്കണ മാതിരി ആവുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു അടപ്പ് വെച്ച് അടയ്ക്കണം. സേഫാണ്. നിങ്ങളൊരു അടപ്പ് വെച്ച് അടച്ചിട്ടാണ്, തീ കമ്മിയാക്കി വെച്ചിട്ട് അടപ്പ് വെച്ച് മൂടി വെക്കണം. ഒരു 2 നിമിഷം കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മറിച്ചിടുകയാണ്. കുറച്ച് റോസ്റ്റ് ആയിട്ടുണ്ട്. നോക്കിയിട്ട് മറക്കണം. നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ സൈഡും കൂടി ഒന്ന് റോസ്റ്റ് ആയിട്ട് നമ്മൾ ഇതെടുക്കാം.
ഇത് നിങ്ങൾ എപ്പോഴും കുറച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് വെച്ചോളൂ. ഇടയ്ക്ക് കുറച്ച് കൂട്ടി കൊടുക്കുക, ഇടയ്ക്ക് കുറച്ച് കമ്മിയാക്കുകയൊക്കെ ചെയ്താൽ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇതാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഇത് ഒന്നൊന്നായിട്ട് എടുക്കുകയാണ്. റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് നേരം വയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കണ മാതിരി ഉണ്ട്. അത് നോക്കിയിട്ടൊക്കെ എടുത്തോളുണ്ടു. ചെയ്യാൻ കുറച്ച് പണിയുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണിത്. ചപ്പാത്തിക്കാണെങ്കിലും ചോറിനൊക്കെ നല്ല നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. നോക്കിയിട്ട് മെല്ലെ എടുക്കുകയും ഇതാ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ പാത്രത്തിൽ മസാല വയ്ക്കുന്നുണ്ട്, അതേ പാത്രത്തിൽ തന്നെ ഞാൻ പാത്രം ഒന്നും മാറ്റണ്ട, അതേ ഇതിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട്, കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഞാനതിലേക്ക് ഇതാ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി അത് ഞാൻ ഇടാൻ പോവുകയാണ്. ഇതാ അത് നന്നായിട്ടൊന്നും ഇതിൽ വേറെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. ഉപ്പ് മാത്രം നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ടാൽ മതി. വലിയ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ അറിയുന്നുണ്ട്. കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിടാൻ. നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ഞാനിതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഫുള്ളായിട്ട് ഇടുകയാണ്. ഞാനൊരു 8-10 വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അതിനാ ചെറിയ വലിയ ഉള്ളിയാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 10 ഇടുന്നത്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 5 മതിയാവും. പക്ഷെ റോസ്റ്റ് അതായത് മസാല നിറയെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഉള്ളി അധികം എടുക്കാം. നിറയെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിറയെ ഉള്ളി എടുക്കണം. ഞങ്ങളിപ്പോൾ 2 ആളേ ഉള്ളൂ, ഞാനും വലിയ മകനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് മതി. അവന് കുറച്ച് മസാല പ്രിയനാണ്. അവന് കുറച്ച് മസാല അധികം കിട്ടിയാൽ കൂടെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളി അധികം എടുക്കുന്നത് ഞങ്ങൾക്ക്. ഇപ്പോൾ ഒരാൾക്കാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് നിങ്ങൾ നോക്കി ചേർത്തോളൂ കേട്ടോ. ഉപ്പിൻ്റെ കണക്കൊക്കെ അത് അവനൻ്റെ അളവിനനുസരിച്ച് എടുത്തോളൂ. ഇത് ഉപ്പ് ചേർത്താൽ കുറച്ച് ഉള്ളി നന്നായിട്ട് വഴറ്റി കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്തത്. ഇത് നന്നായിട്ട് വാടി കിട്ടണം ഉള്ളി. അല്ലേ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളത് ഉള്ളി നിറയുണ്ടെങ്കിൽ റോസ്റ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എത്ര നന്നായിട്ട് റോസ്റ്റ് ആവുന്നുണ്ടോ, ഉള്ളി വാടി കിട്ടുന്നുണ്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ്. ക്ഷമയുള്ളവർ നന്നെ ഇളക്കിക്കൊണ്ടിരിക്കും, അല്ലാത്തവർ കുറച്ച് ക്ഷമ വേണം. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തക്കാളി, ഒരു പച്ചമുളകും, ചെറിയൊരു തക്കാളി, ഒരു പച്ചമുളകും ചേർക്കുകയാണ്. ഇതും നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് ഞാൻ വേറെ ഒരു മസാലയും ചേർക്കണില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പിന്നെ ചോറിനൊക്കെ കഴിക്കാം, നന്നായിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കും, അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ കാണിക്കുന്നത്. കണ്ടില്ലേ, തക്കാളിയൊക്കെ കുറച്ച് നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ വാങ്ങണ തക്കാളി ഒരു നന്നല്ല. ഇപ്പം പഴയ പോലത്തുള്ള പഴയ തക്കാളിക്കാണെങ്കിൽ വേഗം വഴറ്റി പെട്ടെന്ന് വെന്ത് പോകും. ഇത് എന്നിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഇപ്പോൾ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ സ്കിന്ന് കുറച്ച് നല്ല ബലമുള്ള പോലെ ഒരു സ്കിന്ന്. നാടൻ തക്കാളിയൊന്നും അല്ല ഇപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ വരണതൊക്കെ ഒരു ഹൈബ്രിഡ് തക്കാളിയാണെന്നാണ് പറയണത്. അതാവുമ്പോൾ ഇങ്ങനെയാവും ഇത്ര ഉണ്ടാവുക. ശരി.
ഇതാ അപ്പോൾ ഇത് ഒരളവിന് നന്നായിട്ട് ക്ഷമയോടെ നിന്ന് വഴറ്റി ഒരളവിന് ഞാനിത് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിലോ ഈ വക പണിയൊക്കെ ചെയ്യുമ്പോൾ ഈ ഉള്ളി റോസ്റ്റ് ചെയ്യണ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. നിന്ന് നമ്മളെ കൈയെല്ലാം വേദനിക്കണ അളവിന് നമ്മൾ ഇളക്കണം. ഇപ്പം ഞാൻ ഇത് നന്നായി റോസ്റ്റായ ശേഷം ഒരളവിന് റോസ്റ്റായിട്ടുണ്ട്, മതി, എനിക്ക് ക്ഷമയില്ല. ഇതാ ഇപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ സെൻറ്ററാക്കി മാറ്റി വെച്ചിട്ട് ഇപ്പം നമ്മൾ ഈ ഫസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ച ആ എഗ്ഗിനെ ഞാൻ ഇങ്ങനെ വെക്കുക. എല്ലാതും എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. നിറയെ മുട്ടയുള്ളവർ വലിയൊരു പാത്രം എടുത്തോളൂ. ഇതിപ്പോൾ ഞാനൊരു 5 മുട്ടയേ ഉള്ളൂ. ഇതന്നെ ഇതിൽ വെക്കാൻ പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, വേറെ വഴിയില്ല. ചൂടൊക്കെ ഉണ്ട്, നോക്കിയിട്ട് വെക്കണേ. ഞാൻ ഇതിന് മേലെ വെക്കണം, പ്രശ്നമില്ല. വെക്കാൻ സാധാ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കയ്യും പൊള്ളി ഈ വഴറ്റിയ ഉള്ളി വെച്ചിത് അങ്ങനെ മൂടുക. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൈയൊക്കെ പൊള്ളും. ഇതിങ്ങനെ വെച്ച് മൂടി കുറച്ച് നേരം ഒരു 5 നിമിഷം, അങ്ങനെ 5 നിമിഷം വേണ്ട, പക്ഷേ തീ കമ്മിയിട്ട് വെക്കണം. ഇങ്ങനെ മൂടിയിട്ട് കുറച്ച് നേരം വെക്കാം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 നിമിഷം മതി. 5 നിമിഷം ഞാനെന്താ വെച്ചാൽ ഉള്ളി നന്നായിട്ട് എനിക്ക് കുറച്ചുകൂടി നന്നായി റോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൈ വേദനയ്ക്ക് തുടങ്ങി. നിറയെ ഉള്ളിയിലൊക്കെ റോസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇതാ ഇങ്ങനെ വെക്കുക. ഉള്ളിയുടെ മുളക് പൊടി എണ്ണയിൽ കിടന്ന് വേകുമ്പോൾ അതിൻ്റെ ആ എരിവ് എനിക്ക് ഇതാവുകയാണ്, അതൊക്കെ ചുമയ്ക്കാൻ വരുന്നു. ശരി, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഐറ്റം. ഇതിന് മേലെ കുറച്ച് ഫ്ലേവറൊക്കെ കുറച്ചുകൂടെ വേണമെന്നുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു ലേശം വേണമെങ്കിൽ ടേസ്റ്റിന് ലേശം എണ്ണ ഒഴിച്ചു വിടാം. വെളിച്ചെണ്ണ നന്നായിട്ടുണ്ടാവും. ഇനി ഒഴിച്ചു വിട്ടിട്ട് നമ്മളിത് തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തു. ഇനി ഇത് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്നേ ഇരിക്കട്ടെ. ഇതാ അപ്പോൾ ഇതൊരു 5 നിമിഷമൊന്നും ആയിട്ടില്ല, ഒരു 2 നിമിഷം. അപ്പോൾ എനിക്ക് കണ്ടാലും മനസ്സിലാവുന്നത് കണ്ടില്ലേ? മുട്ട അധികം ഉടയണ്ട, ഇളക്കിയിട്ട് ഇതാ നന്നായിട്ടുണ്ടാവും മുട്ട റോസ്റ്റ്. ഇങ്ങനെ ചെയ്ത് ഇത് ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതല്ലേ, നന്നായിട്ടുണ്ടാവും എഗ് റോസ്റ്റ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ എല്ലാവരും ഉള്ളി ഒന്നുകൂടി നന്നായിട്ട് വഴറ്റുക. കാരണം എൻ്റെ കൈ പൊള്ളിപ്പോയി, എനിക്ക് ഒരുപാട് നേരം വഴറ്റാൻ പറ്റണില്ല. കയ്യും പൊള്ളിപ്പോയി, കൈ വേദനിക്കും ചെയ്യും, നിറയെ ഉള്ളിയുള്ളതുകൊണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.